വൈകുന്നേരം ഞാൻ വീട്ടിൽ ബോറടിച്ച് കുത്തിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് സ്മിത വന്നത്. അങ്ങനെ അവളും കൂടി വന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് എവിടെയും പുറത്തു വന്നു. അങ്ങനെ വണ്ടി എടുത്ത് ഞങ്ങൾ നേരെ പുറത്തേക്ക് വിട്ടു. ഒരു എത്തും പിടിയില്ലാണ്ട് എവിടേക്കോ ഇറങ്ങി അവസാനം ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ലിംഗബുദ്ധി ലേക്കിലേക്ക് വന്നു. ഇത് ആക്ച്വലി ഒരു പാർക്കുമാണ്, ഒരു ലേക്കുമാണ്. അങ്ങനെ ഞാൻ എൻ്റെ കൊലീഗിനെ വിളിച്ചു പറഞ്ഞു പാർക്കിലേക്ക് വരാൻ. അവളെ വീടും അവിടെ അടുത്ത് തന്നെയായിരുന്നു. സ്മിത ഒരു DSLR എടുത്തിട്ടാണ് വന്നത്. ഇവിടെ ആക്ച്വലി ലേക്കിൽ ഇഷ്ടം പോലെ മൈഗ്രേറ്റിംഗ് ബേർഡ്സ് ഉണ്ട്. അങ്ങനെ ബേർഡ്സിന്റെ ഫോട്ടോ എടുക്കാൻ ക്യാമറയും കൊണ്ടാണ് വന്നത്. ഒരു 4:30 ഒക്കെ ആയപ്പോഴാണ് പാർക്ക് തുറന്നത്. അതുകൊണ്ട് തന്നെ പാർക്കിൽ ആരും ഉണ്ടായില്ലായിരുന്നു. സ്മിത നിന്നെ വിളിക്കുന്നു, ഇവിടെ വാ, ഇതിന്റെ മേലെ ഇരിക്ക് സ്മിത, ಪ್ರಶಾಂತವಾಗಿ ಪರಿಸರ ಮಧ್ಯ ಕರ್ಕೊ ಬಂದಿದ್ದೀನಿ. അവിടെ പോയി ഇരിക്ക് സ്മിത, ಯೂಸ್ ಮಾಡು. അവിടെ യൂസ് ചെയ്യ സ്മിത. അങ്ങനെ സ്മിത ഫോട്ടോഗ്രാഫറിന്റെ പണി തുടങ്ങി. അവിടെ ആക്ച്വലി ഒരു ചെമ്പോത്തിരിക്കുന്നുണ്ടായിരുന്നു, അതിനെയാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. പക്ഷെ അതാണെങ്കിൽ ഒരു ഭാഗത്ത് ഇരിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയായിരുന്നു. അതുകൊണ്ട് ചേച്ചി തിരിച്ചു വന്നു. ഇവളെന്താ പെറുക്കുന്നല്ല, വേറെ ഒന്നുമല്ല, ഇതാണ് മഞ്ചാടി. അങ്ങനെ പാർക്കിൽ നിന്ന് ഞങ്ങൾ കുറേ മഞ്ചാടിക്കുരു കളക്ട് ആക്കി വെച്ചു. അപ്പത്തേക്കും എൻ്റെ ഫ്രണ്ട് രക്ഷ എത്തി. സ്മിതയ്ക്ക് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഷി ഗോട്ട് എൻഗേജ് റീസെന്റ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ സംസാരിച്ചും കൊണ്ട് ഞങ്ങൾ നേരെ ലേക്കിലോട്ട് വിട്ടു. ലേക്കിന്റെ ഒരു ഭാഗത്ത് കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ സ്മിത അവളെ പരിപാടി തുടങ്ങി. ನೋಡ್ದಾ ಏನಿಗೆ ಕರ್ಕೊ ಬಂದಿರ್ಲಿಕ್ಕೆ ಅಂತ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്മിത RCBന്റെ ഫ്ലാഗിന്റെ അടുത്തായിരുന്നു. അങ്ങനെ രക്ഷ അതിൽ ഫുൾ പോസിംഗ് ആയിരുന്നു. പുള്ളിക്കാരി മാച്ച് കാണുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല, പക്ഷെ ഫോട്ടോന് നല്ല പോസായിരുന്നു. അങ്ങനെ ഫോട്ടോയും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്തുള്ള ബേർഡ്സ് വാച്ചിങ് ടവറിലോട്ട് പോയി. അവിടുന്ന് നല്ല കിഡിലൻ വ്യൂ ആയിരുന്നു. ഈ ലേക്കിൽ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ മൈഗ്രേറ്റിംഗ് ബേർഡ്സ് കാണാം. ഏകദേശം രംഗനത്തി ടു ബേർഡ് സെഞ്ചുറിയിൽ കാണുന്ന കുറേ ബേർഡ്സുകൾ ഈ ലേക്കിലും ഉണ്ട്. ഗൈസ്, ഈ ഫ്രൂട്ടിന്റെ പേരറിയെങ്കിൽ കമന്റ്സിൽ പറയൂ കേട്ടോ. ഇത് ഈ മരം മൊത്തം കൊലച്ചിരിക്കുന്നുണ്ടായിരുന്നു, ഇഷ്ടം പോലെ കായ്കളുണ്ടായിരുന്നു. ಮರ್ಯಾದೆ ಬೇಡ ಯಾರಿಗೆ ಮದುವೆ ಆಗೋಳ್ಗ. ಹಾಂಟೆಡ್ ಹೌಸ್ ಇನ್ ಲಿಂಗಬುದ್ಧಿ ಕೆರೆ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നല്ല ക്യൂട്ട് കപ്പിൾസിനെ കണ്ടു. ഇതാണ് ലിംഗബുദ്ധി കരയത്തെ ഒരു ഓപ്പൺ ടെമ്പിൾ. അവിടെ ലിംഗം ഉണ്ടായിരുന്നു, പിന്നെ കുറേ ദൈവങ്ങളും വെച്ചായിരുന്നു. അങ്ങനെ വൈകുന്നേരത്തെ സൺസെറ്റും കണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും എടുത്ത് പാർക്കിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ രക്ഷനെ കൂട്ടിട്ട് പോകാനുള്ള ഹസ്ബൻഡ് വന്നായിരുന്നു. അങ്ങനെ അവളെ വിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങളും പാക്കപ്പ് ചെയ്തു. അങ്ങനെ കുറേ നടന്ന് ക്ഷീണിച്ചുകൊണ്ട് ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ എന്നിട്ട് ബേക്കറി കയറി ജ്യൂസും ബന്നും കഴിച്ച് അവിടെ നേരെ വീട്ടിലോട്ട് വിട്ടു.